മാഷെ, നമ്മുടെ സുഹൃത്ത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ശങ്കരാചാര്യരുടെ പ്രശസ്തമായ കൃതി സൗന്ദര്യലഹരി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പരിഭാഷ ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ ഇത് പരിഭാഷ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എന്നെ വായിച്ച് കേൾപ്പിച്ചിരുന്നതാണ്. ഒറിജിനലും വായിക്കും, പരിഭാഷയും ഒക്കെ വായിക്കും. ഇത് ചെയ്യുന്നത് നന്നാകുന്നുണ്ടോ എന്ന ഒരു വിലയിരുത്തലിന് വേണ്ടിയിട്ടാണ്. ഞാനാകെ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരു വാക്ക് മാറ്റിയാൽ കൊള്ളാം, അത് താളത്തിന് ഒക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ആ വാക്കാണ് ശരി എന്നുള്ളത്. കാരണം ബാലചന്ദ്രനൊക്കെ ഈ കവിതയൊക്കെ എഴുതുമ്പോഴും ഒക്കെ ഒരു വാക്ക് കിട്ടാതെയൊക്കെ കവിത എഴുത്തൊക്കെ ഒരുപാട് കാലം പിടിച്ചു വെക്കുന്ന ഒരാളാണ്. ഒരു വാക്കും കൃത്യമായിരിക്കണം എന്നൊക്കെ നിർബന്ധമുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ ഈ വൃത്തം സ്വീകരിച്ചത് ശരിയായില്ല, സംസ്കൃത വൃത്തമാണ് വേണ്ടിയിരുന്നത് തുടങ്ങിയ അതൊക്കെ ടെക്നിക്കലായ കാര്യങ്ങളാണ്, സാങ്കേതികമായ. ഈ കുമാരനാശാൻ പരിഭാഷ ചെയ്തപ്പോൾ അത് കൂടുതൽ സംസ്കൃതമാവുകയാണ് ചെയ്തത് എന്ന് സൗന്ദര്യലഹരിയെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് പച്ച മലയാളത്തിൽ സാധാരണ ആളുകൾക്ക് കൂടി മനസ്സിലാകണം എന്നുള്ള നിർബന്ധത്തോടു കൂടി തന്നെ ചെയ്യുന്നതാണിത്. പക്ഷേ ഞാൻ സംശയിച്ചതും ബാലചന്ദ്രൻ സംശയിച്ചതുമായിട്ടുള്ള ഒരു സംഭവം ഇപ്പം ചില ആളുകൾ ഇത് വളച്ചൊടിക്കുന്നുണ്ട്. ഇത് ഹിന്ദുത്വ അജണ്ടയെ സഹായിക്കാനേ ഉതകൂ ബാലചന്ദ്രൻ്റെ ഈ സൗന്ദര്യലഹരി പരിഭാഷ എന്ന് ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ML ജോണി എന്ന് പറഞ്ഞ ഈ പുസ്തകമൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ എഴുതുന്ന ഒരാളാണ്, പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെയാണ് ML ജോണി. പക്ഷേ ഈ അരുന്ധതി റോയിയൊക്കെ എന്തെങ്കിലും എഴുതിയ മഹത്താണ് എന്ന് പറയുന്ന ആളുമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എഴുതിയ 4-5 വരി ഞാൻ വായിക്കാം. എന്തിൻ്റെ പേരിലായാലും ഒരു സുവർണ ഭൂതകാലത്തെ ചരിത്രത്തിൻ്റെ ആവശ്യത്തിനല്ലാതെ തിരികെ കൊണ്ടുവരുന്നത് വലതുപക്ഷ അജണ്ടയെയും സൗന്ദര്യശാസ്ത്രത്തെയും തൃപ്തിപ്പെടുത്താൻ മാത്രമേ ഉതകൂ. ഈ ചിന്തകൾ ഉണ്ടായത് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി ബാലചന്ദ്രൻ ചുള്ളിക്കാട് തർജ്ജമ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ നടത്തുന്ന അഹോ ഗംഭീരം എന്ന വായ്ത്താരികൾ കേട്ടപ്പോഴാണ്. ഇതിപ്പോൾ ലക്ഷ്മി ശങ്കർ, പണ്ഡിതയായ ലക്ഷ്മി ശങ്കർ, ഉണ്ണികൃഷ്ണൻ, ശ്രീശൈലം ഇവരുമൊക്കെ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടത് കൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഇയാൾ പറയുന്നത്. ഇന്ത്യയിൽ ബുദ്ധിസത്തെ തച്ചുടച്ച ഹിന്ദു സന്യാസിയായിരുന്നു ശങ്കരാചാര്യർ. ഇന്ത്യ മുഴുവൻ നടന്ന് ബുദ്ധിസ്റ്റുകളെ അപമാനിച്ചും പരാജയപ്പെടുത്തിയും കഴിവിൽ കയറ്റിയും താലപ്പൊലിയെടുത്തും ഹിന്ദുത്വത്തെ വിജയിപ്പിച്ചെടുത്ത ശങ്കരാചാര്യർ സൗന്ദര്യലഹരി കൂടി എഴുതിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ സൗന്ദര്യശാസ്ത്ര മകുടമാണ്, അത് സംസ്കൃതത്തിൻ്റെ പരകോടിയാണ്, അത് ന്യൂട്രലാണ്, അതിനെ കലയായി കാണണം എന്നൊക്കെ വാദിച്ച് ഈ കഠിന കാലത്തിൽ ശങ്കരാചാര്യരുടെ സിദ്ധാന്തങ്ങളെ തിരികെ കൊണ്ടുവരാനുള്ള വഴിമരുന്നിടൽ മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയൂ. നളന്ദയിൽ പോയി ബുദ്ധിസം സ്വീകരിച്ച ചുള്ളിക്കാട് നവബുദ്ധിസത്തെ അകത്ത് നിന്ന് തകർക്കാൻ പോരുന്ന ഒരു ദുരന്തർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുള്ളിക്കാട് സഹോദരൻ അയ്യപ്പനെ പോലെ സ്തവം എഴുതണമെന്നല്ല, പക്ഷേ സൗന്ദര്യലഹരിയിലൂടെ ശങ്കരാചാര്യരെ തിരികെ കൊണ്ടുവരരുത് എന്നേ പറയാനുള്ളൂ. ഇത് ഒരു തുടക്കം മാത്രമാണ്. ഈ രീതിയിൽ പല ആളുകളും ബാലചന്ദ്രൻ സൗന്ദര്യലഹരിയെ പരിഭാഷ ചെയ്തത് വിമർശിക്കാൻ സാധ്യതയുണ്ട്. ബാലചന്ദ്രൻ ഹിന്ദുത്വയെ ഉറപ്പിക്കുകയാണ് എന്നൊക്കെ പറയാനും സാധ്യതയുണ്ട്. ഇത് ശരിയല്ല എന്ന് പറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ ഈ സൗന്ദര്യലഹരി പരിഭാഷയെ ഇങ്ങനെ ഉയരുന്ന വിമർശനങ്ങളെ, പരിഭാഷ പൂർത്തിയായിട്ട് പോലും ഇല്ല, അച്ചടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴാണ് ഇത് പറയുന്നത്. മാഷ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല സാർ. ഈ ഇന്ത്യൻ കൾച്ചറിനെ, ഫിലോസഫിയെ ഭയപ്പെടുന്ന ഒരു അവസ്ഥ വല്ലാതെ ഉണ്ട്. ഇതിൻ്റെ ഒരു മറുവശം ഞാൻ പോസിറ്റീവായിട്ട് കണ്ടത്, ഇദ്ദേഹം അൽക്കമിസ്റ്റൊക്കെ എഴുതിയ പൗലോ കൊയ്ലോ ഈയിടെ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയൊരു പ്രസംഗം ഞാൻ കണ്ടു. ഇന്ത്യൻ ഫിലോസഫിയാണ് ഞാൻ വിറ്റഴിക്കുന്നത്. അത് വിറ്റഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്നത്, ഞാൻ അറിയാതെ എന്നെ ആവാഹിച്ചൊരു സാധനമാണ് അത്. പക്ഷേ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം ഞാൻ ഒടുവിൽ കണ്ടൊരു സാധനം തോറോ എമോഷൻ എന്നൊക്കെ പറഞ്ഞ
അമേരിക്കൻ എഴുത്തുകാർ ടി എസ് എലിയറ്റിൻ്റെ വേസ്റ്റ്ലാൻഡ് എനിക്ക് പഠിക്കാനുള്ളതാണ്. അത് അവസാനിക്കുന്നത് ദത്ത ദയദ്വം ദമ്യത ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോ ടി എസ് എലിയറ്റിനെ പറ്റി ഈ വിവരമില്ലാത്ത എഴുത്തുകാര് എന്തായിരിക്കും പറയുക? ഒരു രക്ഷയില്ല. ഇതിന് സമാനമായ വേറൊരു സാധനം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇപ്പോ ആർ രാജശ്രീ ആത്രേയകം എഴുതിയല്ലോ. അപ്പൊ മഹാഭാരതത്തെ കുറിച്ചുള്ള ഒരുപാട് വർക്കുകൾ അടുത്ത കാലത്ത് വന്നു. സമുദ്രശില തൊട്ട് സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില തൊട്ട് ഒടുവിൽ രാജശ്രീയുടെ പുസ്തകം വരെ, ആത്രേയകം വരെയുള്ള രാജശ്രീ വലിയ സംഘടന. ഇത് അവർ വലിയ പേരുകെട്ട കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷ ബുദ്ധിജീവിയും ഒക്കെയാണ്. പക്ഷെ അവരുടെ ഒരു സങ്കടം അവർ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഈ പുസ്തകത്തിനെതിരെ വന്ന ഏറ്റവും വലിയ വിമർശനം, അവർക്ക് വിമർശനമായി തോന്നുക ഇടതുപക്ഷം വിമർശിക്കുമ്പോഴാണല്ലോ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ അതിനെതിരെ പറഞ്ഞ ഒരേ ഒരു കുറ്റം എന്താന്ന് വെച്ചാൽ, രാജശ്രീയുടെ നോവലൊക്കെ നന്നു, പക്ഷേ ഈ പറഞ്ഞു വരുമ്പോൾ ഈ മിത്തുകളൊക്കെ, ഇന്ത്യൻ മിത്തുകളൊക്കെ സത്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഇതിനെ വല്ലാതെ ഉപജീവിച്ച് പിന്നെയും പേർത്തും എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാരതീയ മിത്തുകളും ഫിലോസഫിയും ഒക്കെ ജനമനസ്സിൽ ഒരു യാഥാർത്ഥ്യപൂർണമായ ഒരു ചിന്തയിലേക്ക് വരുന്നു എന്നുള്ള ആശങ്ക ഇതെല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ശങ്കരാചാര്യരെ അറിയാനുള്ള ഭാഷാവശമില്ല, നമ്മളെപ്പോലുള്ള സാധാരണ വായനക്കാർക്ക്. പിന്നെ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തവരൊക്കെ. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശങ്കരാചാര്യരുടെ ആചാര്യൻ്റെ ഫിലോസഫി, ആ ഭാഷയെ സംസ്കൃതമാണെങ്കിൽ പോയി ആ സംസ്കൃതത്തെ സംസ്കൃത ജടിലമായ ഒരു മലയാളത്തിലേക്ക് മാറ്റുമ്പോഴും സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള വായനക്കാർക്ക് അന്യത തോന്നും. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു ബാലേട്ടൻ ഇത് എഴുതുമ്പോൾ ഒരു പക്ഷേ എനിക്കൊരു സന്തോഷമുള്ളത്, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആത്മമിത്രമായ ഒരാൾ, ഈ അദ്ദേഹത്തിൻ്റെ എഴുത്തും ജീവിതവും ഒക്കെ നിരന്തരമായി പങ്കിടുന്ന ഒരാൾ, എത്രയോ കാലമായിട്ടുള്ള സുഹൃത്തായ രാമേന്ദ്രൻ സാറ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം എനിക്കുണ്ട്. അതിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചെയ്യുന്ന ഒരു മഹത്തായ സേവനമാണ്. ഇപ്പോഴും രണ്ട് കാര്യങ്ങൾ ആണ് ഞങ്ങളൊക്കെ ഈ മാർക്സിസ്റ്റ് വിമർശനങ്ങളിൽ നിന്ന് ശങ്കരാചാര്യർക്കെതിരായിട്ട് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞത് തന്നെ, ബുദ്ധനെ തകർത്തിട്ട്, അല്ല രണ്ട് തരത്തിൽ കൊല്ലാമല്ലോ, ബുദ്ധനെ എതിർത്തും കൊല്ലാം, അബ്സോർബ് ചെയ്തിട്ടും കൊല്ലാം. അങ്ങനെ ബുദ്ധനെ അവസാനിപ്പിച്ച ഒരാളാണ് ശങ്കരാചാര്യർ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ശങ്കരാചാര്യർ ചാതുർവർണ്ണയത്തെ ന്യായീകരിച്ച ഒരാളാണ്. അത് EMS ഉൾപ്പെടെയുള്ള ഒരു ഉയർത്തിയൊരു സാധനമാണ്. അപ്പൊ ഇതില് സൗന്ദര്യ ലഹരി എന്താണ്? ഒന്നാമത് ഇതില് ഈ വലിയ വിവരമൊന്നും ഇത് എഴുതിയ ആൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ബുദ്ധിസത്തിനെയും ബുദ്ധമതക്കാരെയൊക്കെ കൊല്ലാൻ നടന്ന ഒരാളാണ് ശങ്കരാചാര്യർ എന്നൊക്കെ പറയുന്ന പരാമർശങ്ങളൊക്കെ അയാളുടെ എഴുത്തിലുണ്ട്. ശങ്കരാചാര്യരുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ, ഉദാഹരണത്തിന് കുമാരിലെ ഭട്ടനെ ഒക്കെ ആ കാലത്തെ ആളുകൾ ശങ്കരൻ തോൽപ്പിക്കുന്നത് സംവാദങ്ങളിൽ കൂടിയല്ലേ? അതെ, അതാണല്ലോ തോൽവി. കുമാരിലെ ഭട്ടനെ തോൽപ്പിച്ച ശേഷം പിന്നീട് ഭാര്യയായ ഉഭയഭാരതി ഒക്കെ ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ കുറെയൊക്കെ ഐതിഹ്യത്തിന്റെ ലെവലിലായിരിക്കും നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പരിഭാഷ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ബാലനോട് പറഞ്ഞൊരു കാര്യം, നൊച്ചൂർ വെങ്കട്ടരാമൻ ശങ്കരാചാര്യരുടെ ജീവിതത്തെ ആധാരമാക്കിയിട്ടൊരു വലിയ രചന ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് ആത്മരേഖ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മലയാളത്തിലും വന്നിട്ടുണ്ട്. ബാലൻ അതൊന്ന് വായിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അത് വായിച്ചതുമായിട്ടൊക്കെ എനിക്കറിയാം. ഗംഭീര പുസ്തകമാണ് ഈ നൊച്ചൂർ വെങ്കട്ടരാമൻ ശങ്കരാചാര്യരെ പറ്റി എഴുതിയിരിക്കുന്നത്. അത് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഇന്റലക്ച്വൽ ബയോഗ്രഫിയാണ്. കാരണം ശങ്കരാചാര്യരുടെ കൃതികൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായത്, അതിൻ്റെ പശ്ചാത്തലം, അത് വെച്ചിട്ട് ശങ്കരന്റെ കൃതികളിൽ കൂടി ശങ്കരന്റെ ജീവിതം കണ്ടെത്തുക എന്ന്. അതിനുശേഷം നൊച്ചൂർ വെങ്കട്ടരാമൻ സന്യാസിയുമായി കേട്ടോ. ആത്മാവിൽ ഏറ്റെടുത്ത് എഴുതി എന്നതിന്റെ അർത്ഥം. ഇതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഈ ഭാരതീയ സംസ്കാരത്തെ ആവുന്നത്ര ജനകീയമായി തീരുന്നതിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്, ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചൊരു പുസ്തകം, റൊമീല താപ്പർ ഈ അറോറ നമിത് അറോറ എന്ന് പറയുന്ന വലിയ ജേർണലിസ്റ്റുമായിട്ട് നടത്തിയ ദീർഘമായ ടോക്കാണ്. എന്തുകൊണ്ട് ആ പുസ്തകം സാറ് കണ്ടോന്നറിയില്ല, ടോക്കിംഗ് ഓൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട്, സ്പീക്കിംഗ് ഓൺ ഹിസ്റ്ററി എന്നാണ്. അതിൽ ഞാൻ അത്ഭുതത്തോടെ കണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അങ്ങ് എന്നാണ് ഈ റീസണബിളായിട്ട് മാർസിയൻ ചരിത്ര വായനയാണല്ലോ, അതിലേക്ക് മാറിയത് എപ്പോഴാണ്? അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ വേദങ്ങളാണ് എന്നെ റീസണബിൾ ആക്കിയത്, അഥർവവേദമാണ് എന്നെ, അതിൻ്റെ വായനയാണ് എന്നെ ഈ പറഞ്ഞ സംവാദിയാക്കിയത്.
തർക്കിക്കാൻ പഠിച്ചത്. ചരിത്രത്തോട്, എൻ്റെ തന്നെ മണ്ണിന്റെ ചരിത്രത്തോട് ഞാൻ തർക്കിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത് എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് അംഗീകരിക്കുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ശങ്കരാചാര്യർ ഇപ്പോഴും മഹാഭൂരിപക്ഷത്തിന്റെ മനസ്സിൽ മിത്തായിട്ട് കിടക്കുകയാണ്. ശങ്കരാചാര്യരുടെ ഈ സത്തുണ്ടല്ലോ, ആ സത്തിനെ ഉൾക്കൊണ്ടാലുള്ള ഒരു വലിയൊരു വേറൊരു അപകടം കൂടി ഉണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശങ്കരന്റെ ചിന്തയെ മനസ്സിലെടുത്തിട്ട് ഒരു അന്യദേശത്ത് വെച്ച് അതേ വാക്യം മറ്റൊരു ഭാഷയിൽ വിളിച്ചു പറഞ്ഞ മനുഷ്യനെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. മൻസൂർ ഹല്ലാജിനെ. അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മിയാണ് സർ, സെയിം സാധനമാണ്. പക്ഷെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ മനുഷ്യനെ അതിന്റെ ഡെപ്തിൽ മനസ്സിലാക്കിയവരും അല്ലാത്തവരും ആദരിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നു, ഇപ്പോഴും അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു, വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ആളുകൾ പുതിയ പുതിയ പഠനങ്ങൾ വരുന്നു, നിരൂപണങ്ങൾ വരുന്നു, പുതിയ പരിഭാഷകൾ വരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ മലയാളത്തിന്റെ അതുല്യനായൊരു കവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സാഫല്യമായിട്ട് അവസാനം ചെയ്യുന്ന ഒരു കർമ്മം ഇത്. അവസാനം ഇതിൽ വേറൊരു വശവും കൂടി ഉണ്ട്. ബാലേന്ദ്രൻ ഈ സൗന്ദര്യലഹരി പരിഭാഷ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ചില സനാതനികളും ഉണ്ട്. അത്രമാത്രം ആഴത്തിൽ ശങ്കരാചാര്യരെ മനസ്സിലാക്കാൻ ബാലന് കഴിയുമോന്ന് അവര് ചോദിക്കുന്നു. ബാലേന്ദ്രനെ ഇവർക്ക് അറിയാതില്ല. ബാലേന്ദ്രൻ ഈ രാമായണം, മഹാഭാരതം ഇതൊക്കെ കാണാപാഠമാണ്. ഇതൊക്കെ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ മഹാഭാരതവും എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണവും. ഒരിക്കൽ എന്നോട് രാമനെ പറ്റി, ശ്രീരാമനെ പറ്റി സംസാരിച്ച് കരയാൻ തുടങ്ങി ബാലേന്ദ്രൻ. ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടാത്ത ഒരാളാണ് ശ്രീരാമൻ, അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് സാധാരണക്കാർക്ക് മറ്റേ ഒരു തിരിച്ചറിവ് വന്നത്. അവരൊക്കെ ശ്രീരാമനിൽ സ്വയം കാണാൻ തുടങ്ങിയത്. സുഖജീവിതം വേണമെങ്കിൽ നയിക്കാമായിരുന്നു, പക്ഷെ ഒരിക്കലും സുഖജീവിതം രാമന് ബാലേന്ദ്രനെ ഇവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റാത്ത 2-3 കാരണം കൊണ്ടാണ് സർ. ഒന്ന്, ഇന്റലക്ച്വൽ ഓണസ്റ്റി, ബോധ്യങ്ങൾ വിളിച്ചു പറയാനും, അതിപ്പോൾ വേണ്ടി വന്നാൽ അത് ബുദ്ധനാണ് ശരിയെന്ന് തോന്നിയ സമയത്ത് ബുദ്ധനെ സ്വീകരിക്കാനും. ഒന്ന്, ശ്രീരാമനെ ഈ പരകായ പ്രവേശം പോലെ ശ്രീരാമൻ ഉള്ളിൽ കയറുമ്പോഴാണല്ലോ ശ്രീരാമനെ ഓർത്ത് കരയാൻ പറ്റുന്നത്. ശ്രീരാമനെ അത്ര ആഴത്തിൽ അറിഞ്ഞതുകൊണ്ടാണല്ലോ. വേറൊന്ന്, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നിർമ്മമത്വം ഉണ്ടല്ലോ, ഭാരതീയമായ നിർമ്മമത്വം ഉണ്ടല്ലോ. ഇതൊക്കെ സിനിമയിൽ വേണമെങ്കിൽ സിനിമാ താരമാവാം, വലിയ എഴുത്തുകാരനാകാം, വലിയ കവിയാണ്, ഒക്കെ ആണെങ്കിലും ഒന്നിനോടൊരു മമതയില്ലാത്ത. വേറൊന്ന്, ഏതൊരു മഹാബിംബത്തിനോടും പൊരുതാനുള്ള ശക്തി ഉണ്ടല്ലോ. ആരോടൊക്കെയാണ് ബാലേന്ദ്രൻ പൊരുതിയത്? ബാലേന്ദ്രൻ ഈ തൃശ്ശൂരൊക്കെ വലിയ KP നാരായണ പ്രസാരടിയോ മറ്റേ നമ്പി ഇങ്ങനത്തെയൊക്കെ പശ്ചാത്തലമൊക്കെ ഉള്ള ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് ലോജിക്ക് പഠിച്ചിട്ടുള്ള ആളാണ് സംസ്കൃതത്തില്. ശരി. അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വേറൊരു കാര്യം ഞാൻ കണ്ടത്, ഒരു മലയാളത്തിൽ ഒരു എഴുത്തുകാരനും ഇല്ലാത്ത ഒരു പ്രത്യേകത ഞാൻ സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ കവിതകളെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞവരും പ്രസംഗിച്ചവരുമായ പലരുടെയും പ്രസംഗം സൂക്ഷ്മമായിട്ട് കേട്ടിട്ട് അക്ഷരം പഠിച്ചിട്ട് വാ എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് ആരാ പറയാ സർ? വാഴ്ത്ത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പിന്നെ ഈ വാഴ്ത്തുന്നവന്റെ ഗുണദോഷങ്ങൾ ആരും അറിയില്ലല്ലോ. ബാലേന്ദ്രനെ ആർക്കും അങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന്, അത് കുറ്റമറ്റതാക്കാൻ പരമാവധി ശ്രമിക്കും. മാത്രമല്ല തന്നെ ഒരു ഈ പറഞ്ഞ ശ്രീരാമനിൽ തന്നെ കണ്ടെത്തിയതുപോലെ, അല്ലെങ്കിൽ ശ്രീരാമന്റെ അംശം തന്നിലുണ്ട് എന്ന് വിശ്വസിച്ച് ശ്രീരാമന് വേണ്ടി കരയുന്നത് പോലെ ശങ്കരാചാര്യർക്ക് വേണ്ടി ചിലത് ചെയ്യേണ്ടതുണ്ട്. സച്ചിദാനന്ദൻ, KG ശങ്കരപ്പിള്ള, B രാജീവനൊക്കെ ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെ ചേർന്നിരിക്കുക. അത്രയും വൃത്തികേടൊന്നും ബാലേന്ദ്രൻ കാണിക്കുന്നില്ല. അല്ലല്ല, വീക്ഷണത്തിൽ വർക്ക് ചെയ്ത കാലത്തും ബാലനാണ്. അതാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. മാത്രമല്ല ഈ ഭാരതീയതയെ വീണ്ടെടുക്കുക, അതിനെ തിരിച്ചറിയുക, ഇതൊക്കെ ബാലൻ പണ്ടേ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്താൽ തന്നെ ഇത് BJP സഹായിക്കാനാണെന്നും ഹിന്ദുത്വയെ സഹായിക്കാനാണെന്നും പറഞ്ഞ് ബാലനെ തല്ലിക്കൊല്ലേണ്ട കാര്യം. അതാണ് സർ, അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ അപകടം. ഞാൻ കോഴിക്കോട് ടൗൺ ഹാളിൽ MN കാരശ്ശേരിയും ഹമീദ് ചെന്നമംഗലൂരും ഒക്കെ ഇരിക്കുന്ന ഒരു സെമിനാറിൽ സാർ കണ്ടിട്ടുണ്ടാവും. ആ ചില ഭാഗങ്ങളൊക്കെ അങ്ങനെ വൈറലായി പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചൊരു ചോദ്യം, അവിടെ കാരശ്ശേരി പറയാണ്, ചില കാര്യങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ സംഘപരിവാർ അത് ഉപയോഗിക്കും. ഞാൻ ചോദിച്ചു, സംഘപരിവാർ നാട് ഭരിക്കുന്നു എന്നത് ഒരു പാപമാണോ? ജനം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്തവർക്ക് കൂടി ഭരിക്കാനുള്ള അവകാശമാണല്ലോ. ഞാനും എൻ്റെ മക്കളും ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന് രാജാധിപത്യം എന്നല്ലേ പറയുക. അങ്ങനെയാണെങ്കിൽ സാറ് ഇത്രയും കാലം പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരോടാണ്? സത്യത്തിനോടാണോ കൂറ്? ജനതയോടാണോ കൂറ് എന്ന് ഞാൻ ചോദിച്ചു. അത് വലിയ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, EM ശങ്കരനല്ലാതെ
വലിയൊരു ശങ്കരൻ നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? ഒരു തെറ്റുമില്ല. ശങ്കരാചാര്യരെ പറ്റിയൊക്കെ ധാരാളം എഴുതാവുന്ന ഒരാളായിരുന്നു EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഓത്തൊക്കെ പഠിച്ചിട്ടുള്ള ആളല്ലേ. പക്ഷെ ആ വഴിക്ക് നീങ്ങിയില്ല അങ്ങേര്. എന്നാൽ പിന്നെ DD കോസംബിയെ പോലുള്ള ആളുകളൊക്കെ ധാരാളമായി ഇതിൻ്റെ തിരിച്ചറിവൊക്കെ ഉണ്ടായി. മാർക്സ് എഴുതിയതിലൊക്കെ ധാരാളം മണ്ടത്തരമുണ്ട് എന്ന് കോസംബിയും ഒക്കെ പോലുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ബാലനോടും പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ പറയാം, ബാലൻ ഇത് പരിഭാഷപ്പെടുത്തി നേരത്തെ വെച്ചിരുന്നെങ്കിലും ഈ പിണറായി ഭരണം പുറത്തുപോയ ശേഷം പ്രസിദ്ധീകരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു എന്ന് ഞാൻ പറയാം എന്ന് പറയാം. മാത്രമല്ല ഈ PM ശ്രീ സിലബസ് വരുമല്ലോ. അങ്ങനെ PM ശ്രീ സിലബസ് വരുമ്പോൾ ഇത് പാഠപുസ്തകമാക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ബാലൻ ഇതിപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നും. അത് രാമേന്ദ്ര സാറിന് ബാലിന് കൊടുക്കാവുന്ന ഒരു നല്ല സറ്റയറാണ്. കാരണം ഈ പുതിയ കാലത്തെ കീറി മുറിക്കുമ്പോൾ പറയാവുന്ന നല്ല വിമർശനങ്ങളുമാണത്. എനിക്ക് തോന്നുന്നു അത് നന്നായി പറയേണ്ട കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരാളുമാണ് ബാലൻ. ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാലനേട്ടൻ. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഒരുപാട് സമയം സംസാരിക്കാം. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഈ വടക്കൻ പറവൂരായിരുന്നല്ലോ കേശവദേവ് ജീവിച്ചിരുന്നത്. കേശവദേവിനെയൊക്കെ നന്നായി അറിയാവുന്ന ആളായിരുന്നു ബാലൻ. അപ്പൊ എന്നോടൊരിക്കൽ സംസാരിക്കുമ്പോൾ ബാലൻ പറഞ്ഞൊരു ഓർമ്മ, കേശവദേവിനെ ഒരിക്കൽ മോഹൻലാലിന്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത് പിൽക്കാലത്ത് എന്ന് അറിയായിരുന്നു. മുടവൻ മുകള് തിരുവനന്തപുരത്ത്. മോഹൻലാലിന്റെ വീട് അറിയാം, മോഹൻലാലിന് നേരത്തെ അറിയാം. അവിടെ ചെന്നിട്ട് കേശവദേവിന്റെ വീടും കണ്ടുപിടിച്ചു. അപ്പോൾ കേശവദേവിന് ഇദ്ദേഹത്തിന്റെ അമ്മാവനെയോ ഒക്കെ നല്ല പരിചയമൊക്കെയാണ് ചുള്ളിക്കാടിൻ്റെ. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കേശവദേവ് ബാലനോട് പറഞ്ഞു, നിനക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി നല്ലത് പറയാം, അവർ കേൾക്കും, ചീത്തയും പറയാം, അതൊക്കെ ചെയ്യാം, പക്ഷെ ഒരിക്കലും നീ ഉപദേശിക്കാൻ പോകരുത് കേട്ടോ. അത് സാക്ഷാൽ ദേവല്ലേ കേശവദേവ്, അദ്ദേഹം തന്നെ അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർ ഉപദേശിച്ച കാര്യം അതാണ്, ശരിയാണത്. ഈ അടഞ്ഞുപോയ ഈ മനസ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എനിക്ക് തോന്നി ഞാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളാണ്. ഞങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ബോധ്യം ഉണ്ടല്ലോ. അത് ആദ്യം പൊളിച്ചയാൾ അംബേദ്കറാണ് കേട്ടോ. ഇന്ത്യയിലെ മൊത്തം കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കാൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ബാലൻ പക്ഷേ എനിക്ക് തോന്നിയത് ഈ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളിൽ അങ്ങേയറ്റത്തെ സത്യസന്ധത പാലിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ഭാരതീയ സംസ്കാരത്തെ അദ്ദേഹം അറിഞ്ഞത്, അദ്ദേഹത്തിന് ബോധ്യമുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത ആലപിച്ച് നടക്കുന്ന, പാടി ഉറങ്ങുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ മനസ്സിലേക്ക് ശങ്കരന്റെ ചിന്ത എത്തട്ടെ. ആകെ ഒരു ഭാഗ്യം, നമ്മളൊക്കെ പുണ്യം ചെയ്തവരാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ 10 കൊല്ലം ഭരണം ഉണ്ടായിരുന്നല്ലോ, കമ്മ്യൂണിസ്റ്റ് ഭരണം. ആ കാലത്ത് ഇവിടുത്തെ സംസ്കൃത കോളേജുകളൊന്നും അടച്ചു പൂട്ടിയില്ലല്ലോ. ഭാഗ്യം എന്ന് പറയാം. അന്ധഭാഗ്യം ജനാനോ. തീർച്ചയായിട്ടും. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.